നീയൊക്കെ എന്തോ കണ്ടിട്ട് കമന്റ് ചെയ്യുന്നത്. ഓക്കെ, കുഴപ്പമില്ല. എടാ നിനക്കൊക്കെ എന്നെ പറ്റി എന്തോ അറിയാം. കുറെ എണ്ണം കമന്റ് ചെയ്യുന്നുണ്ടല്ലോ, വല്ല പണിക്ക് പോയി ജീവിക്കടാന്ന്. നല്ല അന്തസ്സായിട്ട് പണിയെടുത്ത് തന്നെയാടാ ജീവിക്കുന്നത്. പല രീതിക്കുള്ള പണികൾ നോക്കുന്നുണ്ട്. ഒന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് പല പണികളും എടുത്തിട്ടുണ്ട്. ബിസിനസ് ആണെങ്കിലും മീൻ കച്ചവടത്തിന് പോയിട്ടുണ്ട്, റോഡ് കോൺക്രീറ്റിന് പോയിട്ടുണ്ട്. പലതും പരാജയപ്പെട്ടു, പക്ഷേ തോറ്റു കൊടുക്കാൻ തയ്യാറാകുന്നില്ല. പറ്റുന്ന അത്രയും നാൾ ട്രൈ ചെയ്യും. ഇതാണ് ഇവിടെ ഞങ്ങളുടെ പന്നി ഫാം. വേണ്ട, ഇത് മിന്നി 11 കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പുറത്ത് വേണ്ട എൽസ കിടപ്പുണ്ട്. എൽസയ്ക്കാണ് 7 കുഞ്ഞുങ്ങളുള്ളത്. തൊട്ടിപ്പുറത്ത് ഒരാണുണ്ട്. ഞാൻ വേറൊരു ജോലിക്ക് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഞാനും പപ്പയും കൂടി പന്നി ഫാം വളർത്തുന്നത്, ചെയ്യുന്നത്. ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന കുറേ അവന്മാരുണ്ടല്ലോ, വേറെ വല്ല പണിക്ക് പോയി ജീവിക്കടാന്ന്. അവനെ കൊണ്ടൊന്നും പറ്റാത്ത പണിയൊക്കെ തന്നെയാണ് ഈ പന്നിപ്പണി. ഇത് ഒരു ഹൈടെക് പന്നി ഫാം ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേസ്റ്റിനകത്ത് നല്ല രീതിക്ക് കിടന്ന് കുഞ്ഞ് കളിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിന്നെക്കൂട്ടൊന്നും പറ്റുന്ന കാര്യമൊന്നുമില്ല. നിങ്ങൾ തെറി വിളിച്ചോ നെഗറ്റീവ് കമൻറ്റോ കിട്ടും, നമ്മൾ അതിനെല്ലാം പോസിറ്റീവായിട്ട് എടുക്കാറുണ്ട്. നെഗറ്റീവ് കമൻറ്റൊക്കെ കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാറുണ്ട്. എല്ലാം വയ്ക്കാം ഓക്കെ ഒന്നുമില്ല. അപ്പം നിങ്ങളുടെ തെറിവിളിയോ നെഗറ്റീവ് കമൻറ്റോ നമ്മൾ ബാധിക്കുന്നത്. പക്ഷേ പണിക്ക് പോയി ജീവിക്കടാന്നുള്ള ഒരു കമൻറ്റ് ഉണ്ടല്ലോ, അതിനോട് തീർത്തും പുച്ഛം മാത്രം. കഷ്ടപ്പെട്ട് തന്നെയാണ് കേട്ടോ ജീവിക്കുന്നത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ആൺപന്നി. ഒന്ന് കാണിച്ചേടാ. കണ്ട് ഇവൻ ഇച്ചിരി ടെററാണ്, ഇടയ്ക്ക് കുത്തുമൊക്കെ ചെയ്യും, ഇച്ചിരി വിഷയമാണ്. അപ്പം നമസ്കാരം. ഞങ്ങളിന്ന് കുക്ക് ചെയ്യാൻ വന്ന് നല്ല നാടൻ പന്നിക്കറിയും ചെണ്ടമുറിയും കപ്പയും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വെച്ചോ. വെളിച്ചെണ്ണ ഒഴിക്കാം, സവാളയും കൊച്ചുള്ളി ഇടാം, ഒന്ന് വഴറ്റി എടുക്കാം. ഓ, തീ ഇവിടെ കയറി പിടിച്ചാൽ എനിക്ക്. കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ 1 കിലോ പന്നിയിറച്ചിയാണ് എടുത്തേക്കുന്നത്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ, 3 ടീസ്പൂൺ ഇടാം. ഗരം മസാല 2 ടീസ്പൂൺ. കുറച്ച് ഉലുവാപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി. നല്ല കാറ്റുണ്ട്, തീ മാറി പോകുന്നു. 3 പച്ചമുളക്. നമ്മൾ വേണ്ട കുറച്ച് മസാലക്കൂട്ട് എടുത്തിട്ടുണ്ട്. ഏലക്കയും ഗ്രാമ്പുവും കറി ലീവ്സൊക്കെ ഉണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് ജസ്റ്റ് പന്നിയിറച്ചി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിൻ്റെ അകത്തോട്ട് മാറ്റാം. നിങ്ങളുടെ നാട്ടിൽ പന്നിയിറച്ചിക്ക് എത്ര രൂപ കിലോ എന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്കിവിടെ വില കുറച്ചാണ് കിട്ടിയത്. ഇതിൻ്റെ പുറത്താണെന്ന് പറയുന്നത്, നല്ല രീതിക്ക് വില കുറച്ചാണ് നമുക്ക് കിട്ടിയേക്കുന്നത് പന്നിയിറച്ചി. രീതിക്കൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുക്കറിനകത്തോട്ട് മാറ്റാം. നമ്മൾ വേണ്ടേ കുക്കറിനകത്തോടെ ഇറച്ചി മാറ്റിയിട്ടുണ്ട്. നമുക്ക് അടച്ചു വയ്ക്കാം. എട്ട് വിസിലായിട്ട് നമുക്കിനി എടുത്ത് മാറ്റാം. കടുക് പൊട്ടിക്കാം. നമുക്കിനി കഴിച്ചു നോക്കാം. കപ്പ നല്ല രീതിക്ക് വേവിച്ചിട്ടുണ്ട്. ഇച്ചിരി കുറച്ച് വേവ് കൂടിയാലേ നല്ല രസമോ കഴിക്കാം. പന്നിക്കറി, ഓ നല്ല മണമുണ്ടാ. കഴിച്ചു നോക്കാം. ആടാ, ഓ അടിപൊളി. കഴിച്ചു നോക്ക. ഓ ഫ്ലേവർ ഉണ്ട് കേട്ടോ. കിടിലൻ കേട്ടോ. ചെണ്ടമുറിയും കപ്പയും വലിയൊരു പന്നിയുടെ പീസും. വായിലിടുമ്പോഴേ അലിഞ്ഞു പോകുന്ന പീസ. 8 വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെന്തിട്ടുണ്ട്. കപ്പയും അതുപോലെ നല്ല രീതിക്ക് വേവിച്ചാണ് എടുത്തേക്കുന്നത്. ഓ
അലുവ കഷ്ണം പോലെ ഇരിക്കുന്ന കഷ്ണം തിന്നാൻ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. ഓ കിട്ടിയില്ലേ മൊത്തം കുടഞ്ഞിടാം കേട്ടോ. അതുപോലെ ടേസ്റ്റാണ് കേട്ടോ. ഫുള്ള് കുടഞ്ഞിട്ടേക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഫുള്ള് കഴിച്ചോ. പറക്കി കഴിക്കാം അല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട്. കോമ്പിനേഷൻ കഴിക്കണം. കപ്പ ഇവിടെ നല്ല കോമ്പോ ആയിരുന്നു. ഏതായാലും സെലക്ട് ചെയ്ത കാര്യം. കപ്പ നല്ലപോലെ വെന്തിട്ടുണ്ട്. കറക്റ്റ് വേവാ. ഓ ഹലുവ കഷ്ണം പോലെ കിടക്കുന്നു. കഴിക്കാം അങ്ങോട്ട്. ഓ ഓ കപ്പയും ഓ ഓ ഇനി പൊറോട്ട ഒന്നും വേണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ഫോളോ സപ്പോർട്ട്. ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും വരായിരിക്കും.